ഗുഡ് ഡേ ടു ഓൾ. സ്പൈസി ജെന്നിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോയമ്പത്തൂരാണുള്ളത്. കോയമ്പത്തൂർ ഒരു ഫുഡ് എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ആദ്യം കൊഡീഷ്യ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ അല്ല, നേരെ ഗ്രൗണ്ടിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അപ്പോൾ കൂടെ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ടൈപ്പ് ഫുഡുണ്ട്, എങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇത് വന്നിട്ട് തമിഴ്നാട് കേറ്ററേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഒരു ഫുഡ് എക്സ്പോ ആണ്. 400-ൽ പരം ഡിഷസൊക്കെ സെർവ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ടിക്കറ്റൊക്കെ 2 ദിവസം മുമ്പേ ബുക്ക് മൈ ഷോ വഴിയാണ് സെൽ ചെയ്തുകൊണ്ടിരുന്നത്. 2 ദിവസം മുമ്പേ ഞാൻ നോക്കിയപ്പോഴൊക്കെ സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ക്രൗഡുണ്ട് ഇപ്പോഴേ. സൈഡിലൊക്കെ കാർ പാർക്കിംഗ് എല്ലാം നടത്തിയിട്ട് കുറച്ച് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കപ്പോൾ പോയി നോക്കാം എന്തൊക്കെയുണ്ടോ. 2 കിലോമീറ്ററിന് മുമ്പേ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരിക്കണം. ഇവിടെയും നിങ്ങൾക്ക് നോക്കി കാണാം, നിറച്ച് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നടക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. അങ്ങ് ദൂരെ കാണുന്നതാണ് സ്റ്റാള്. അവിടെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് എങ്ങനെ ഓഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പുതിയൊരു നെക്ക് ബാൻഡ് വാങ്ങിയിട്ടുണ്ട് ക്യാമറ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫുഡും ഇതിൽ ക്യാമറേനെ കഴുത്തിൽ തൂക്കിയിട്ട് ഫുഡ് കഴിക്കണത് അങ്ങനെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കാം എങ്ങനെയാണ് പറ്റുന്നത്. അവിടെ നിന്ന് ഫോൺ കാണിച്ചപ്പോൾ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റും കൊണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം. കയ്യിൽ ടാഗും കെട്ടി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യം മെനുവിൻ്റെ ഒരു വലിയൊരു ഫ്ലെക്സാണ് കണ്ടത്. അപ്പോൾ അതും നോക്കി കുറച്ച് ഉള്ളിലേക്ക് പോയപ്പോൾ തന്നെ കിളി പോയി. ഒരു അംഗത്തിനുള്ള ആൾ എല്ലാ സ്ഥലത്തും. കയ്യിൽ ബാൻഡിൻ്റെ കളറിനനുസരിച്ചാണ് സ്റ്റോള് നിശ്ചയിച്ചിരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുവഴി ഞാനിങ്ങനെ നോക്കി, നമ്മുടെ കളറ് മഞ്ഞ കളറാണ്. അപ്പോൾ അതും കൂടെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കി നടന്ന് ആദ്യം ജ്യൂസ് സ്റ്റോള്, ഐസ്ക്രീം സ്റ്റോള്, അവിടെയൊന്നും വലിയ തിരക്ക് അത്രയ്ക്കൊന്നും കണ്ടില്ല. പിന്നെ പോയി അങ്ങോട്ട് പോയപ്പോഴാണ് ശരിക്കുള്ള സംഭവം മനസ്സിലായത്. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നിന്നിട്ട് ഒരു ചായ അവിടെ നിന്ന് വാങ്ങി കുടിച്ച് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് അവിടെ തന്നെ നിന്നു. തിരക്ക് കുറയുമെന്ന് വിചാരിച്ചാണ് നിന്നത്. എവിടെ തിരക്ക് കുറഞ്ഞതുമില്ല, നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കാട്ടി ഒരു 3 ഇരട്ടി തിരക്ക് കൂടിയതാണ്. ആ നോൺ വെജ് ഐറ്റത്തിൻ്റെ സ്റ്റോളിൻ്റെ അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് നല്ല തകൃതിയായിട്ട്. പക്ഷേ പ്രിപ്പയർ ചെയ്യുന്നതിനേയും കാട്ടി ഇരട്ടി സ്പീഡിലാണ് അത് ചിലവായിക്കൊണ്ടിരിക്കുന്നത്. തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടമായിട്ടാണ് അവിടെ തോന്നിയത്. ഒരു ഇറഗുലറായിട്ട് വരി നിർത്തിയിരിക്കണു. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ നടന്നിട്ടുണ്ട്. അവിടെ തറയിലിരുന്ന് കഴിക്കുന്നുണ്ട്. ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം അവർ നല്ല വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. കുറേ പേര് ഭക്ഷണം കഴിക്കാതെ തിരികെ പോകുന്നതും കണ്ടു. കാരണം ഈ തിരക്കിൽ കൊച്ചു കുട്ടികളുമായിട്ട് വരണവർക്കൊന്നും ഭക്ഷണം തീരെ കഴിക്കാനായിട്ട് കിട്ടിയില്ല. ആ തിരക്കിൽ തള്ളി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം തിരക്കുണ്ട് എന്ന്. ആ നോൺ വെജ് സ്റ്റാർട്ടേഴ്സിൻ്റെ അവിടെയൊക്കെ അടിയാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് തട്ടുമ്പോഴേക്കും ആളുകൾ എടുത്ത് കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് വേറൊരു കാര്യം ഓർക്കാനുള്ളത്, ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നല്ല. നമ്മൾ 799 രൂപ പ്ലസ് ടാക്സ്, അപ്രോക്സിമേറ്റ്ലി ഒരു 830-40 രൂപ വരെ അടുപ്പിച്ച് വരുന്നുണ്ട് ഒരാൾക്ക് പെർ ഹെഡ്. ഇത്രയും രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു അടിപിടി ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്തോരം ആളുകൾ ഒരു സമയത്തിനുള്ളിൽ അവിടെ എത്തിയിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ അവസാനം കുറച്ച് സ്വീറ്റ്സും എടുത്ത് കഴിച്ചിട്ട് അവസാനം ദോശ കൗണ്ടറിൽ പോയപ്പോൾ അവിടെ ഒരാളില്ല. അത്ര വലിയ തിരക്കൊന്നുമില്ല. മറ്റേനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് തീരെ ആളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ നിന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് ദോശകളും കഴിച്ച്, സാമ്പാറും കുറേ അച്ചാർ, പിക്കിൾസിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു. കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അത്ര തിരക്കായി. കാരണം കയ്യിൽ ക്യാമറയും വേറൊരു കയ്യിൽ പ്ലേറ്റുമായിട്ട് നടക്കുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൗണ്ടറിൻ്റെ അവിടുത്തെ തിരക്ക്. മുകളിൽ നിന്ന് താഴെ നിന്ന് കൗണ്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ വോളണ്ടിയേഴ്സ് ടേബിളിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അത്രയ്ക്ക് അടിപിടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. കാരണം ഒരു സ്റ്റോളിലേക്ക് ഒരു സമയത്ത് കൂടുതൽ ആളുകൾ വന്ന് നിൽക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഇതിൽ കാണുന്നത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചില സ്റ്റോളിലൊക്കെ തിരക്ക് കുറവുണ്ട്. പക്ഷേ അവർ ആദ്യം തന്നെ കൗണ്ടർ നിയന്ത്രിക്കാതെ ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നതിൻ്റെ പ്രശ്നമാണ്. തീരെ വർക്ക്ഫുൾ അല്ലാത്ത ഒരു ഈവൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഗുണവുമില്ലാതെ വെറുതെ പൈസ പോയി എന്ന് തന്നെ പറയാം.
Dayanand. நம்முடைய சிறப்பு விருந்தினர்களை மரியாதை செய்யும் தருணம். டாக்டர் அனுஷா ரவி, CEO